പൊതുവെ ആൾക്കാർക്ക് ഇപ്പോൾ ഈ ടാക്സിനെ പറ്റി പറയുന്ന സമയത്ത് ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് ഒരു പിക്ചർ ആണല്ലോ ഉള്ളത്. എമൗണ്ട് ഒന്നും വരാത്ത ഒരു അക്കൗണ്ട് ആയിരുന്നു, പെട്ടെന്ന് ഒരു 1 lakh അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തപ്പോഴത്തേക്ക് ബാങ്കിൽ നിന്ന് ഒരു കോൾ വന്നു. 2.5 ലക്ഷം വരെയാണ് അവരുടെ ഇൻകം എന്ത് ചെയ്യേണ്ട, അവർ ITR ഫയൽ ചെയ്യാൻ ആവശ്യമില്ല. കാർസിന്റെ കാര്യം പറഞ്ഞപ്പം ഇപ്പം നമ്മളിപ്പോ പൊതുവെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ എല്ലാവരും ഈ ലക്ഷറി കാർസിന്റെ പിന്നാലെ പോകുന്ന ഒരു സമയമാണല്ലോ. അപ്പൊ നമ്മളാണെങ്കിൽ ഇപ്പം റോഡിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ലക്ഷറി കാർസ് ഇപ്പം പണ്ടത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ കൂടുതലാണ്. സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 3 ലക്ഷം വരെ ടാക്സ് അടയ്ക്കേണ്ട. സൂപ്പർ സീനിയർ, അതായത് 80 വയസ്സിന് മുകളിലുള്ള ഒരാളാണെങ്കിൽ 5 ലക്ഷം വരെ ടാക്സ് അടയ്ക്കേണ്ട. അതിന്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് അവൈൽ ചെയ്യും. NRIs ഉണ്ടാവില്ല, അതായത് പുറത്ത് പോയി എംപ്ലോയ്മെന്റ് ചെയ്ത് അവിടെ സെറ്റിൽ ആയിട്ടുള്ള ആൾക്കാർ. അപ്പൊ അവര് ടാക്സിനെ പറ്റിയിട്ട് പൊതുവായ ഒരു ധാരണ ഇല്ലാത്തതിന്റെ പേരിൽ ടാക്സ് സേവ് ചെയ്യേണ്ട പലയിടങ്ങളിലും നമുക്ക് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ ടാക്സിനെ പറ്റിയിട്ട് കൂടുതൽ പഠിക്കാനോ അല്ലെങ്കിൽ അതിന്റെ ആഴങ്ങളിലേക്ക് മനസ്സിലാക്കാനോ നമ്മൾ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. എപ്പോഴും ടാക്സിനെ നമ്മളൊരു കോംപ്ലിക്കേറ്റഡ് സാധനമായിട്ട് കണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മളുടെ കൂടെ ടാക്സിന്റെ കോംപ്ലിക്കേഷൻസ് ഒക്കെ മാറ്റിത്തരാനും അതേപോലെ നല്ല യൂസ്ഫുൾ ഇൻസൈറ്റ്സ് തരാനുമായിട്ട് നമ്മുടെ കൂടെ ഫിൻസിയേഴ്സിൽ നിന്ന് ജോയിൻ ചെയ്യുന്നത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. ആള് ഒരു ടാക്സ് എക്സ്പേർട്ട് കൂടിയാണ്. അതേപോലെ തന്നെ നിരവധി ആൾക്കാർക്ക് ടാക്സ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെന്റർ കൂടിയാണ്. സോ ഹായ് ജോയൽ, വെൽക്കം ടു ദ പോഡ്കാസ്റ്റ്. പൊതുവെ ആൾക്കാർക്ക് ഇപ്പോൾ ഈ ടാക്സിനെ പറ്റി പറയുന്ന സമയത്ത് ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് ഒരു പിക്ചർ ആണല്ലോ ഉള്ളത്. അപ്പൊ ശരിക്കും എന്താണ് ടാക്സ്, അല്ലെങ്കിൽ ശരിക്കും എന്തുകൊണ്ടാണ് ശരിക്കും ടാക്സ് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആവാനുള്ള ഒരു റീസൺ? കോംപ്ലിക്കേറ്റഡ് ആവാൻ കാരണം, അതായത് നമുക്കൊരു ഇൻകം ഉണ്ടെങ്കിൽ അത് ആ ഇൻകം ടാക്സ് ചെയ്യേണ്ട രീതി, അതായത് പല ഇൻകംസ് ഉണ്ടാവും. അതായത് നമുക്ക് ഒരു സോഴ്സിൽ നിന്ന് മാത്രമല്ല ഇൻകം കിട്ടുന്നത്, പല സോഴ്സിൽ നിന്ന് ഇൻകം കിട്ടുന്നുണ്ടാവും. ആ സോഴ്സ്, ഓരോ സോഴ്സിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിന്റെയും ചിലപ്പോൾ ടാക്സ് ചെയ്യേണ്ട രീതി വേറെ ആയിരിക്കും, അതിന്റെ ടാക്സ് കമ്പ്യൂട്ടേഷൻ വേറെ ആയിരിക്കും. അപ്പോൾ കമ്പയർ ടു അതർ കൺട്രീസ് നമ്മുടെ ടാക്സ് കുറച്ചും കൂടി എന്താണ് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തന്നെ പറയാം. കാരണം എന്താ, പല ആസ്പെക്ട്സ് ഉണ്ട് നമ്മുടെ ടാക്സിന്. ഇൻകം ടാക്സിന്റെ കേസിലാണെങ്കിലും ഒരു ഇൻകത്തിന് തന്നെ പല ആസ്പെക്ട്സ് ഉണ്ട്. അതായത് ഒരു ഇൻകത്തിന്റെ സാലറി കമ്പ്യൂട്ട് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ ബിസിനസ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത്. ബിസിനസ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് ഒരു ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത്. അങ്ങനത്തെ ഉള്ള വ്യത്യാസങ്ങളാണ് നമുക്കുള്ളത്. അതായത് ഡിഫറെന്റ് സോഴ്സ് ഓഫ് ഇൻകത്തിന് ഡിഫറെന്റ് കാൽക്കുലേഷൻസ് ആയിരിക്കും. അപ്പം നമുക്കിപ്പോൾ ടാക്സ് പേ ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാരണം പൊതുവേ നമുക്ക് ഇന്ത്യക്കാർക്ക് ടാക്സ് പേ ചെയ്യുന്നതിനോട് ഭയങ്കര എതിർപ്പുള്ള ഒരു കാര്യമാണ്. അപ്പം ടാക്സ് പേ ചെയ്യാണ്ട് ഒരുപാട് ആൾക്കാർ ഇന്ന് ജീവിച്ചു പോകുന്നുണ്ട്. അപ്പം ടാക്സ് പേ ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കാരണം ടാക്സ് എല്ലാവരും പേയ്മെന്റ് നടത്തേണ്ട ആവശ്യമില്ല. ടാക്സ് പേയ്മെന്റ് നടത്താൻ ലയബിൾ ഉള്ള ആൾക്കാർ മാത്രം എന്ത് ചെയ്താൽ മതി, പേയ്മെന്റ് നടത്തിയാൽ മതി. അതായത് നമ്മൾ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ന്യൂ റെജീം, ഓൾഡ് റെജീം, അങ്ങനെ 2 സ്കീം ഉണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാം. ന്യൂ റെജീം ആണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ 3 ലക്ഷം വരെ ടാക്സ് അടയ്ക്കേണ്ട, അതിനുശേഷം അവർ പറയുന്ന റേറ്റിൽ ടാക്സ് അടയ്ക്കണം. ഓൾഡ് റെജീം ആണെങ്കിൽ നമ്മൾ നോർമൽ പേഴ്സൺ ആണെങ്കിൽ 2.5 ലക്ഷം വരെ ടാക്സ് അടയ്ക്കേണ്ട, അതിന്റെ മുകളിൽ വരുന്ന ഇൻകത്തിന് നമ്മൾ ടാക്സ് കൊടുക്കണം. ഹൗവർ നമുക്ക് 5 ലക്ഷത്തിന്റെ അടിയിലാണ് ഇൻകമെങ്കിൽ ടാക്സ് വരില്ല. ന്യൂ റെജീം ആണെങ്കിൽ 7 ലക്ഷത്തിന് ഇൻകത്തിന്റെ അടിയിലാണെങ്കിൽ ടാക്സ് വരില്ല. ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യാം, നോർമൽ പേഴ്സൺ ടാക്സ് അടയ്ക്കാണ്ട് പോകും. ആ ഭൂരിഭാഗം ആൾക്കാരും എന്ത് ചെയ്യും, ഇതിൽ വരുന്നതായിരിക്കും. അതായത് ചെറിയ ടാക്സ് പേസ് ആയിരിക്കും, അവർക്ക് എന്തുണ്ടാവില്ല, ടാക്സ് ലയബിലിറ്റി ഉണ്ടാവില്ല. ബട്ട് നമ്മൾ ടാക്സ് അടയ്ക്കാൻ ലയബിളാണ്, നമ്മൾ ടാക്സ് അടച്ചിട്ടില്ല. നമ്മുടെ എല്ലാ ഇൻകത്തിന്റെ ട്രാക്ക് മാറിയെടുത്തുണ്ടാവും, ഇൻകം ടാക്സിന്റെ കയ്യിലുണ്ടാവും. നമുക്ക് നമ്മുടെ സൈറ്റിൽ ചെന്ന് നോക്കിയാലും നമുക്ക് ഏതൊക്കെ ഇൻകം അവർ ട്രാക്ക് ചെയ്യുന്നുണ്ട്, അവരുടെ കയ്യിൽ നമ്മുടെ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ട് എല്ലാം നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അത് നമ്മൾ മിനിമം എന്ത് ചെയ്യണം, കാണിച്ചിട്ട് ടാക്സ് അടച്ചിട്ടുണ്ടാവണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അവര് അസസ്മെന്റ് നോട്ടീസ് അയക്കും, ഡിമാൻഡ് നോട്ടീസ് അയക്കും. അങ്ങനെ കുറെ പ്രൊസീജിയർ ഉണ്ട്. അതിന് നോട്ടീസ് അയക്കും, എന്തുകൊണ്ട് നിങ്ങൾ ആ ഇൻകം കാണിച്ചില്ല. പിന്നെ നമ്മൾ അതിനും റെസ്പോൺസ് കൊടുത്തത് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അവർ എന്ത് ചെയ്യും, എത്ര ഇൻകം ആണ് കാണിക്കാത്ത അതിന് നിങ്ങൾ ടാക്സ് അടയ്ക്കണം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, ഡിമാൻഡ് നോട്ടീസ് അയക്കും. അങ്ങനെ കുറെ പ്രൊസീജിയർ ഉണ്ട്. അപ്പൊ ഏറ്റവും ബെറ്റർ എന്ത് ചെയ്യുക, അവരുടെ നമ്മുടെ ഇൻകത്തിന്റെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ടാക്സ് അടയ്ക്കുക. ഓക്കെ, ഇപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു സംശയമാണ് കേട്ടോ. ഇപ്പം സ്മോൾ സ്കെയിൽ ബിസിനസ്സുകൾ ഇല്ലേ, അതായത് ഇപ്പം നമ്മുടെ അക്കൗണ്ടിലോട്ട് പൈസ വന്നാലാണല്ലോ അവർക്ക് ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം മിക്കിപ്പം ക്യാഷ് ആയിട്ട് കളക്ട് ചെയ്യുന്ന ബിസിനസ്സുകൾ ഉണ്ടാവും. അപ്പൊ അവർക്ക് നല്ല എമൗണ്ട് കിട്ടുന്ന അല്ലെങ്കിൽ മന്ത്ലി നല്ലൊരു ഹ്യൂജ് റവന്യൂ കിട്ടുന്ന കമ്പനീസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ബിസിനസ് ഉണ്ടല്ലോ, അപ്പൊ അവര് ശരിക്കും ടാക്സ് വെട്ടിക്കല്ലേ ചെയ്യുന്നേ? അതായത് അവരുടെ അക്കൗണ്ടിൽ പൈസ വരുന്നില്ല. നോർമലി നമുക്ക് കിട്ടുന്ന എല്ലാ ഇൻകത്തിനും എന്ത് ചെയ്യണം, നമ്മൾ ടാക്സ് കൊടുക്കണം അല്ലെ? അതൊരു ബിസിനസ്സാണ് നടത്തുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ക്യാഷ് ആയിട്ട് കിട്ടുന്ന ഇൻകം ആണെങ്കിലും ബാങ്ക് ത്രൂ കിട്ടുന്ന ഇൻകം ആണെങ്കിലും എന്ത് ചെയ്യണം, ടാക്സ് അടയ്ക്കണം. ബട്ട് മിക്ക ആൾക്കാരും ചെയ്യുന്നത് എന്ത് ചെയ്യാം, ക്യാഷ് ആയിട്ട് കിട്ടുന്ന ഇൻകം ഉണ്ടല്ലോ അവരത് കാണിക്കില്ല. എന്നിട്ട് എന്ത് ചെയ്യും, ക്യാഷ് ആയിട്ട് കിട്ടുന്ന ഇൻകം കൊണ്ട് ക്യാഷ് ആയിട്ട് കൊടുക്കേണ്ട പേയ്മെന്റ് അവർ എന്ത് ചെയ്യും, കൊടുക്കും. അപ്പൊ ക്യാഷ് ആയി കിട്ടുന്ന ഇൻകവും വരില്ല, ക്യാഷ് ആയി കൊടുക്കുന്ന എക്സ്പെൻഡിച്ചറും വരില്ല. അപ്പൊ ക്യാഷ് റിലേറ്റഡ് ട്രാൻസാക്ഷൻ അവരെന്ത് ചെയ്യും, ഹോൾഡ് ചെയ്യും. ആണ് നോർമലി ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ ഇൻകത്തിന്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കമ്പ്യൂട്ടേഷൻ നടത്തേണ്ടത്.
അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതേപോലുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇത് ശരിക്കും അറിയുന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിനെ ശരിക്കും ഒരു ടാക്സ് വെട്ടിക്കുന്ന ഒരു പരിപാടിയായിട്ട്. അത് ടാക്സ് പ്ലാനിങ് അല്ല, അത് ശരിക്കും ഒരു ടാക്സ് വെട്ടിക്കലാണ്. അതായത് എന്ത് ചെയ്യാം, ക്യാഷ് ആയിട്ട് ഇൻകം കിട്ടുന്നതും കാണിക്കുന്നില്ല, ക്യാഷ് ആയിട്ട് കൊടുക്കുന്ന എക്സ്പെൻഡിച്ചറും കാണിക്കുന്നില്ല. അതെന്ത് ചെയ്യാം, ഇൻകം ടാക്സിനും എന്ത് ചെയ്യുക, ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ആസ് പെർ ലോ നമ്മളത് ചെയ്യാൻ പാടില്ല. അതെന്ത് ചെയ്യുക, എഗനിസ്റ്റ് ലോ ആണ്. അത് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, അത് എഗനിസ്റ്റ് ലോ ആണ്. അത് ടാക്സ് പ്ലാനിങ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതെന്താ, ടാക്സ് ഇവേഷൻ തന്നെയാണ്. അപ്പൊ അതിന് മുകളിലുള്ള ഒരു ലീഗൽ, അതൊരു ഇല്ലീഗൽ ആണല്ലോ പരിപാടി. അപ്പൊ അതിന് മുകളിലുള്ള എന്തെങ്കിലും പെനാൽറ്റിയോ എങ്ങനെയാ അതിന്റെ ഒരു ലീഗൽ കാര്യങ്ങൾ? ട്രൂലി ഇല്ലീഗൽ ആണ്. ബട്ട് അവര് കണ്ടുപിടിക്കില്ല എന്നുള്ള ധൈര്യത്തിൽ ചെയ്തു പോകുന്നതാണ്. അത് ട്രൂലി എന്താണ്, ഇല്ലീഗൽ തന്നെയാണ്. ബട്ട് അവർക്ക് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം എന്ത് ചെയ്യുക, മിക്കവാറും കേസിലും അത് കണ്ടുപിടിക്കാണ്ട് പോകും. ഓക്കെ. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം സാലറിയുടെ എംപ്ലോയീസിന്റെ കേസിൽ ഇപ്പം TDS എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. പല ആൾക്കാരും TDS എന്തോ ഒരു ഇപ്പൊ TDS കട്ട് ചെയ്തിട്ടാണ് നമുക്ക് മിക്കവർക്കും സാലറി വരുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 2,50,000 മുകളിൽ സാലറി വരുന്ന ഒരാൾക്കായിരിക്കും TDS ആപ്ലിക്കബിൾ ആവുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് അവർ ചിന്തിക്കുന്ന TDS ശരിക്കും അവർക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് എന്തിനാണ് ആ ഒരു പൈസ കട്ട് ചെയ്യുന്നതെന്നുള്ള ഒരു ധാരണ ഉണ്ടല്ലോ. അതെങ്ങനെയാ നമുക്കൊന്ന് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുക, എന്താണ് TDS എന്നുള്ളത്? അപ്പൊ സാലറി നമുക്ക് TDS പിടിക്കുന്നുണ്ട് അല്ലേ. അത് മിക്കവരും വിചാരിക്കുന്നത് എന്താ, നമ്മുടെ സാലറിന്റെ ഒരു ലോസ് ഓഫ് ഇൻകം, അതായത് നമ്മുടെ സാലറി എത്രയും നഷ്ടമായി പോകുക എന്നാ വിചാരിക്കുന്നത് അല്ലെ. TDS എന്ന് പറഞ്ഞാൽ ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ സാലറിന്റെ മുകളിൽ അടയ്ക്കേണ്ട ടാക്സ് എംപ്ലോയർ എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അല്ലെങ്കിൽ മന്ത്ലി ആയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ സാലറിയിൽ നിന്ന് ഡിഡക്ട് ചെയ്തിട്ട് നമ്മുടെ പേരിൽ തന്നെ എന്ത് ചെയ്യുക, ഗവൺമെന്റിന് അത് അടയ്ക്കുന്നുണ്ട്. അപ്പൊ ഇയർ എൻഡിൽ നമ്മൾ ടാക്സ് എത്ര വരും നോക്കിയിട്ട്, നമ്മുടെ ഇൻകത്തിന് എത്ര, സാലറിക്ക് എത്ര ടാക്സ് അടയ്ക്കണം നോക്കിയിട്ട് എത്രയാണോ ടാക്സ് അടയ്ക്കേണ്ടത് അതിൽ നിന്ന് ഓൾറെഡി അവർ പിടിച്ചേക്കുന്ന എന്ത് ചെയ്യുക, TDS മൈനസ് ചെയ്തിട്ട് ബാക്കി എന്തെങ്കിലും അടയ്ക്കാനുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, അടച്ചാൽ മതി. ബട്ട് മിക്കവാറും കേസുകളിൽ എംപ്ലോയർ എന്ത് ചെയ്യുന്നത്, എല്ലാവരെയും TDS പിടിക്കും. ബട്ട് എല്ലാവരെയും TDS പിടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് TDS പിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ ടാക്സ് അടയ്ക്കാൻ ലയബിൾ ആയ ഒരാളായിരിക്കണം. അതായത് നേരത്തെ പറഞ്ഞ ടാക്സ് ലാഭം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ടാക്സ് അടയ്ക്കാൻ, ടാക്സ് പേയ്മെന്റ് നടത്താൻ ലയബിൾ ആളാണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, TDS പിടിച്ചാൽ മതി. ഇപ്പം പറഞ്ഞല്ലോ ടാക്സ് സാലറിന്ന് TDS കട്ട് ചെയ്തിട്ടാണ് നമുക്ക് ബാക്കി തരുന്നത്. നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും ഈ പറയുന്ന എംപ്ലോയർ ഈ TDS ആക്ച്വലി പേയ്മെന്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ടാക്സ് പേ ചെയ്യുന്നുണ്ട്, നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അത് നല്ല ചോദ്യമാണ്. മിക്കവാറും എല്ലാവരും എന്ത് ചെയ്യില്ല, ഇത് പേയ്മെന്റ് നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യില്ല. ഫയൽ ചെയ്യുന്ന സമയത്തായിരിക്കും എന്ത് ചെയ്യുക, അവർ ഫയൽ ചെയ്യുന്ന ആരാണോ അവരുടെ അടുത്ത് കൊണ്ടേ കൊടുത്തിട്ട് പറയും നമ്മുടെ ഇന്ന് ഇത്രയും TDS പിടിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ നമ്മൾ ചെയ്യാൻ നോക്കുമ്പോൾ എന്ത് ചെയ്യണ്ടാവും, അത്രയും TDS അവർ അടച്ചിട്ടുണ്ടാവില്ല. അതിനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫോം 26A എന്ന് പറഞ്ഞൊരു ഫോം നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. എല്ലാ ടാക്സ് പേയേഴ്സിനും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഫോം 26A. അതിലുണ്ടാവും കറക്റ്റ് ആയിട്ട് എംപ്ലോയർ പിടിച്ച എമൗണ്ട് എത്രയാ, എന്നാ അടച്ചത്, അവർ അടച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ട്രാക്ക് ചെയ്യാൻ അതിൽ പറ്റും. ഇത് നമുക്ക് എവിടെന്നാ ശരിക്കും ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പാൻ നമ്പർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ഇൻകം ടാക്സ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഒരു യൂസർ നെയിം പാൻ നമ്പർ ആയിരിക്കും, പാസ്വേഡും കിട്ടും. അത് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ഫോംസിന്റെ സെക്ഷനിൽ അല്ലെങ്കിൽ ഡൗൺലോഡ്സിന്റെ സെക്ഷനിൽ എന്തുണ്ടാവും, ഫോം 26A എന്ന് പറഞ്ഞ ഒരു ഫോം ഉണ്ടാവും. അത് ഡൗൺലോഡ് ചെയ്ത് നോക്കിയാൽ മതി. ഒരു മന്ത്ലി ഡൗൺലോഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാസം എമൗണ്ട് അവർ അടച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. ശരിക്കും മിക്കവർക്കും ഉള്ളൊരു സംശയമാണ്, ഈ നമ്മൾ ടാക്സ് ഫയൽ ചെയ്യണമെങ്കിൽ ഒരു ടാക്സ് കൺസൾട്ടന്റ് അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് അടുത്ത് തന്നെ പോകണം എന്ന് നിർബന്ധമാണോ, അതോ നമുക്കിത് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നുള്ളത്? ഇത് എല്ലാവർക്കും ഈസി ആയിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? ശരിക്കും ഇൻകം ടാക്സ് എന്ന് പറയുന്നത് സെൽഫ് അസസ്മെന്റ് ടാക്സ് ആണ്. ഓക്കെ, അതായത് നമ്മുടെ ഇൻകം എന്ത് ചെയ്യാം, നമുക്ക് തന്നെ അസസ് ചെയ്യാം. അതായത് നമ്മുടെ ഇൻകം ടാക്സ് റൂൾ പ്രകാരം നമുക്ക് തന്നെ അസസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ടാക്സ് അടയ്ക്കാം. അതിനൊരു ടാക്സ് പ്രാക്ടീഷണറിന്റെയോ CA-കാരന്റെയോ ആവശ്യമില്ല. ബട്ട് നമുക്ക് ഒന്നും കൂടിയും ഒരു എഫക്റ്റീവ്ലി ടാക്സ് പ്ലാൻ ചെയ്യണം, അല്ലെങ്കിൽ എഫക്റ്റീവ്ലി എന്ത് ചെയ്യണം, ഇൻകം ടാക്സ് ഇൻകം ടാക്സ് ആയിട്ട് എല്ലാവർക്കും അറിയണമെന്നില്ല, ഫുള്ളായിട്ട് അറിയണമെന്നില്ല. ബട്ട് അത് അറിയുന്ന ഒരാളുടെ അടുത്ത് കൊടുക്കുമ്പോഴായിരിക്കും എന്ത് ചെയ്യുക, കുറച്ചും കൂടി അവർ എഫക്റ്റീവ് ആയിട്ട് ടാക്സ് പ്ലാനിങ് വരിക. കാരണം നമുക്കറിയില്ല, അതായത് നോർമൽ ഒരു പേഴ്സൺ അറിയില്ല എന്തൊക്കെ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും അല്ലെങ്കിൽ എന്തൊക്കെ ഡിഡക്ഷൻ ആയിട്ട് എടുക്കാം, അവർക്കറിയില്ല. അപ്പൊ അവരെന്ത് ചെയ്യും, ആ ലിമിറ്റഡ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ലിമിറ്റഡ് നോളജ് വെച്ച് ഫയൽ ചെയ്യും. അപ്പൊ കുറെ എന്ത് ചെയ്യുക, ടാക്സ് ബെനിഫിറ്റ് അവർക്ക് നഷ്ടമാവും. അപ്പൊ ഏറ്റവും ബെറ്റർ എന്ത് ചെയ്യുക, കുറച്ചും കൂടി ടാക്സ് പ്രാക്ടീഷണറിന്റെ അടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടാക്സ് കൺസൾട്ടന്റിന്റെ അടുത്തോ കൊടുത്തിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതേപോലെ ഇപ്പം ടാക്സ് ഡിഡക്ഷൻസിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ ഈ ടാക്സ് ഡിഡക്ഷനും ടാക്സ് ഇവാഷനും അല്ലേ പറയുന്നത്, അപ്പൊ അതിന്റെ ഒരു ഡിഫറൻസ് എന്താണ് ശരിക്കും? ടാക്സ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ലീഗലായി നമ്മുടെ ഇൻകത്തിൽ നിന്ന് എത്ര ഡിഡക്ഷൻ, അല്ലെങ്കിൽ അവർ കുറെ സാധനങ്ങൾ പറയുന്നുണ്ടാവും. ചാപ്റ്റർ 6A ഡിഡക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഹെഡ് തന്നെ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ അടയ്ക്കുന്ന ലൈഫ് ഇൻഷുറൻസ് പോളിസിന്റെ പ്രീമിയം, പിന്നെ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം, നമ്മുടെ ഹൗസിംഗ് ലോണിന്റെ പ്രിൻസിപ്പളിന്റെ റീപേയ്മെന്റ്, അതുപോലെ നമ്മുടെ മക്കളുടെ ട്യൂഷൻ ഫീസ്, ഇതൊക്കെ എന്ത് ചെയ്യാം, നമ്മുടെ അതൊക്കെ പേഴ്സണൽ എക്സ്പെൻഡിച്ചർ ആണ്. ഈവൻ ഇഫ് അതൊക്കെ പേഴ്സണൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം,
അത് ഡിഡക്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതൊക്കെ ലീഗലാണ് കുറച്ചും കൂടെ. ഓക്കെ, മറ്റേതെന്ന് പറഞ്ഞാൽ എന്താ മീൻസ് അത് ഇല്ലാത്തൊരു അലോ ചെയ്യാത്തൊരു കാര്യം ചെയ്യുന്ന കാര്യത്തിനാണ് ഇവേഷൻ എന്ന് പറയുന്നത്. യെസ്, കറക്റ്റ്. നമ്മൾ ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ലീഗലി അവർ അലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഡിഡക്ഷൻ അവൈൽ ചെയ്യാം, ആ ബെനിഫിറ്റ് നമുക്ക് അവൈൽ ചെയ്യാം. ഇപ്പൊ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ്സിന്റെ കേസ് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു സാലറി ഒക്കെ ഉള്ള അല്ലെങ്കിൽ നല്ലൊരു ഇൻകം ഉള്ള ആൾക്കാർ കൂടുതലും ഇൻവെസ്റ്റ്മെന്റ്സ് ഈ ടാക്സ് സേവിംഗ് ഇൻവെസ്റ്റ്മെന്റ് സ്കീംസിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അത് എനിക്ക് തോന്നുന്നു 80C അണ്ടറിൽ. അപ്പൊ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണ് ശരിക്കും? അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ, നോർമൽ ടാക്സ് റെജീമാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് 5 ലക്ഷം വരെ ടാക്സ് അടയ്ക്കേണ്ട. ന്യൂ ടാക്സ് റെജീം ആണെങ്കിൽ 7 ലക്ഷം വരെ ടാക്സ് അടയ്ക്കേണ്ട, അതായത് റിബേറ്റ് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മുടെ ഇൻകം 6 lakh ആണെന്ന് വിചാരിച്ചോ. അപ്പൊ നമുക്ക് ഇതേമാതിരി ഒരു ടാക്സ് സേവിംഗ് ഫണ്ട് ഉണ്ട്. അത് 80Cയിൽ 1.5 ലക്ഷം വരെ ടാക്സ് സേവിംഗ് ഫണ്ട് മാത്രമല്ല വരുന്നത്, ടാക്സ് സേവിംഗ് ഫണ്ട് വരും, പിന്നെ അതുപോലെ തന്നെ എന്ത് വരും, പ്രിൻസിപ്പൽ റീപേയ്മെന്റ് ഓഫ് ഹൗസിംഗ് ലോൺ വരും, LIC വരും, അങ്ങനെ കുറെ ഐറ്റംസ് വരും. ഇതെല്ലാം കൂടി നമുക്ക് എന്ത് ചെയ്യാം, 1.5 ലക്ഷം വരെ ഡിഡക്ഷനായി ക്ലെയിം ചെയ്യാം. അപ്പൊ 6 ലക്ഷം ഇൻകം ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഓൾഡ് ടാക്സ് റെജീമാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഈ 1.5 ലക്ഷം വരെ ഡിഡക്ഷൻ ഓപ്റ്റ് ചെയ്താൽ അവരുടെ സാലറി അവരുടെ ഇൻകം എത്രയായി മാറും, 4.5 ലക്ഷമായി മാറും. അതായത് 5 ലക്ഷത്തിന്റെ അടിയിലായി. പിന്നെ അവർക്ക് എന്ത് ചെയ്യണ്ട, ടാക്സ് അടയ്ക്കേണ്ട. അപ്പം 5 ലക്ഷത്തിന് താഴെയാന്ന് പറഞ്ഞു, അപ്പൊ നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നില്ല. അപ്പൊ ശരിക്കും ITR ഫയൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും ടാക്സ് അടയ്ക്കാൻ റിബേറ്റ് കിട്ടും എന്ന് പറഞ്ഞു അല്ലെ. ഈ റിബേറ്റ് കിട്ടുന്നത് എപ്പോഴാന്ന് പറഞ്ഞാൽ നമ്മൾ ടാക്സ് ഫയൽ ചെയ്യുമ്പോഴാണ് നമുക്ക് റിബേറ്റ് കിട്ടുന്നത്. അതായത് ഇവരെന്ത് ചെയ്യണം, ITR ഫയൽ ചെയ്യണം. ടാക്സ് അടയ്ക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. 5 ലക്ഷത്തിന്റെ അടിയിലാണെങ്കിൽ എന്ത് ചെയ്യണ്ട, ടാക്സ് അടയ്ക്കേണ്ട, അവർക്ക് റിബേറ്റ് കിട്ടും. അപ്പൊ ഈവൻ ഈ ഫയൽ എന്ത് ചെയ്യണം, റിബേറ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് മാറിക്കാൻ പാടില്ല. ആ റിബേറ്റ് എപ്പോഴാണ് കിട്ടുന്നത്, നമ്മൾ ITR ഫയൽ ചെയ്യുന്ന സമയത്താണ് നമുക്ക് റിബേറ്റ് കിട്ടുന്നത്. അതായത് 2.5 ലക്ഷം എന്ന് പറയുന്ന ബേസിക് എക്സംഷനാണ്. അതായത് ഓൾഡ് ടാക്സ് റെജീം ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ 2.5 ലക്ഷം വരെ അവർ എന്ത് ചെയ്യണ്ട, 0 ടാക്സ് അടയ്ക്കേണ്ട. അപ്പൊ 2.5 ലക്ഷം വരെയാണ് അവരുടെ ഇൻകം എങ്കിൽ എന്ത് ചെയ്യേണ്ട, അവർ ITR ഫയൽ ചെയ്യാൻ ആവശ്യമില്ല. അപ്പൊ 2.5 ലക്ഷത്തിൽ കൂടുതലാണ് അവരുടെ ഇൻകം എങ്കിൽ എന്ത് ചെയ്യണം, ITR ഫയൽ ചെയ്യണം. പക്ഷെ എന്ത് ചെയ്യുക, ടാക്സ് ലയബിലിറ്റി ചിലപ്പോൾ ഒന്നും ഇരിക്കില്ല, കാരണം റിബേറ്റ് കിട്ടുന്നുണ്ട്, ടാക്സ് ലയബിലിറ്റി വരില്ല. പക്ഷെ എന്ത് ചെയ്യണം, അവർ ITR ഫയൽ ചെയ്യണം. ഓൾഡ് ടാക്സ് റെജീം ആണെങ്കിൽ. ന്യൂ ടാക്സ് റെജീം ആണെങ്കിൽ 7 ലക്ഷം വരെ എന്ത് കിട്ടും, റിബേറ്റ് കിട്ടും. ഓക്കെ, ന്യൂ ടാക്സ് റെജീമിൽ 3 ലക്ഷം വരെ 0 ടാക്സാ. അപ്പൊ 3 ലക്ഷത്തിന്റെ അടിയിലാണെങ്കിൽ അവരുടെ എന്ത് ചെയ്യണ്ട, ITR ഫയൽ ചെയ്യണ്ട. ബട്ട് 3 ലക്ഷത്തിന് മുകളിലാണ് അവരുടെ ഇൻകം എങ്കിൽ എന്ത് ചെയ്യണം, ITR ഫയൽ ചെയ്യണം. ബട്ട് 7 ലക്ഷം വരെയാണ് ഇൻകം എങ്കിൽ എന്ത് ചെയ്യണ്ട, ടാക്സ് അടയ്ക്കേണ്ട. അപ്പം ഞാൻ പൊതുവേ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഇപ്പം ITR അല്ലെങ്കിൽ ടാക്സ് പേ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലോൺ കിട്ടാനുള്ള അല്ലെങ്കിൽ ലോൺ ചെറിയ ഇൻട്രസ്റ്റിൽ കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണെന്നുള്ളത്. അപ്പം ഞാൻ ടാക്സ് പേ ചെയ്യാൻ ലൈബിൾ അല്ല. അപ്പൊ എനിക്ക് എങ്ങനെയാണ് ആ ഒരു ബെനിഫിറ്റ് എടുക്കാൻ പറ്റും? നമുക്ക് വെറുതെ ITR ഫയൽ ചെയ്തിടാൻ പറ്റുമോ? ലൈക്ക് നമ്മൾ ലൈബിൾ അല്ലാണ്ട് നമുക്ക് ഫയൽ ചെയ്തിടാൻ പറ്റുമോ? ലോൺ എടുക്കുന്ന കേസിൽ അവർ നോക്കുന്നത് നിങ്ങൾക്ക് ഒരു ട്രാക്ക് റെക്കോർഡ് ഉണ്ടോ എന്നാണ് നോക്കുന്നത്. അതായത് നിങ്ങൾക്കൊരു ലീഗൽ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടോ. അതായത് അവർ മിക്കവാറും എല്ലാ കേസിലും ലോൺ എടുക്കാൻ ചെല്ലുമ്പോൾ അവർ 3 വർഷത്തെ ITR ആയിരിക്കും ചോദിക്കുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ 3 വർഷത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ലോണിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ എന്തുണ്ട്, ഇൻകം ഉണ്ടോ എന്ന് അറിഞ്ഞാൽ മതി. നിങ്ങൾ ടാക്സ് അടച്ചോ ഇല്ലയോ എന്നല്ല അവർക്ക് അറിയണ്ടേ, നിങ്ങൾ കൊടുത്തേക്കുന്ന ഇൻകം ആണ് അവർ നോക്കുന്നത്. ക്ലിയർ? അപ്പൊ നിങ്ങൾ ടാക്സ് അടച്ചോ, ഇത് 7 ലക്ഷം വരെ ആയിരിക്കും, 6,90,000 ആയിരിക്കും ഇൻകം. പുതിയ ടാക്സ് റെജീമാണ് ഓപ്റ്റ് ചെയ്യുന്നത് 7 ലക്ഷം വരെ ടാക്സ് അടയ്ക്കേണ്ട. ഈ 6,90,000 ആണെങ്കിലും അവരുടെ അത് ഇൻകം അല്ലേ. അപ്പൊ അവരുടെ ലോണിന് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ അവർക്കൊരു ഇൻകം ഉണ്ടോ എന്നാണ് അവർ നോക്കുന്നത്, ടാക്സ് അടച്ചോ ഇല്ലയോ എന്നല്ല. അല്ല, പൊതുവെ ഇപ്പം നമ്മൾ പറയത്തില്ല, ഇപ്പം ഒരു ലോണിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർ കൂടുതൽ നോക്കുന്നത് നമുക്ക് ഈ പറയുന്ന ലൈബിലിറ്റീസോ അല്ലെങ്കിൽ എന്തെങ്കിലും റീപേയ്മെന്റ് കാര്യങ്ങളുണ്ടോ, പെൻഡിങ് ആയിട്ടുണ്ടോ, അതുപോലെ തന്നെ നമ്മുടെ സിബിൽ സ്കോർ, അതേപോലെ ഒരു ഫാക്ടർ ആണല്ലോ ITR. അപ്പം ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു കിട്ടാനുള്ള ചാൻസസ് കൂടുതലല്ലേ? കറക്റ്റ്. നമുക്ക് നല്ലൊരു ട്രാക്ക് റെക്കോർഡ് ഉണ്ട്. അതായത് 3 വർഷത്തെ ITR നമ്മൾ പക്കയായിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. നമുക്കധികം ലയബിലിറ്റീസും കാര്യങ്ങളും ഒന്നുമില്ല. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള, അതായത് ലോണിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇൻകം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവരും സേഫാണ്, അവർക്ക് ഓക്കെയാണ്, നമുക്ക് ലോൺ തരാം, അവർക്ക് എന്തില്ല, റിസ്ക് ഇല്ല. അപ്പൊ എന്തുണ്ടാവും, ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കുറവായിരിക്കും. യൂഷ്വലി നമ്മൾ അക്കൗണ്ടിൽ ഒരു ഇത്ര എമൗണ്ടിന് മുകളിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻക്വയറി കാര്യങ്ങൾ വരത്തില്ലേ? അതായത് ലൈക്ക് ടാക്സ് ഫയൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കോളും കാര്യങ്ങളൊക്കെ വരത്തില്ലേ? എനിക്ക് തോന്നുന്നു ഞാൻ ഒരു സമയത്ത് ഒരു 4 years ബാക്ക് എന്തോ പെട്ടെന്ന് നമ്മൾ അത്രയും ലൈക്ക് എമൗണ്ട് ഒന്നും വരാത്ത ഒരു അക്കൗണ്ട് ആയിരുന്നു, പെട്ടെന്ന് ഒരു 1 lakh അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തപ്പോഴത്തേക്ക് ബാങ്കിൽ നിന്ന് ഒരു കോൾ വന്നു. അപ്പം ശരിക്കും അതിന്റെ ഒരു റീസൺ എന്താണ്? അല്ലെങ്കിൽ നമ്മൾ ഏതൊരു എമൗണ്ട് അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് എത്ര കാലത്തേക്ക് കിടന്നാലാണ് നമ്മൾ ശരിക്കും അതിന് മുകളിൽ ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നത്?
നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു എമൗണ്ട് വന്നു എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യണ്ട, ടാക്സ് അടയ്ക്കാൻ ലയബിൾ അല്ല. അതിന്റെ സോഴ്സ് ആണ് പ്രധാനം. അത് നമ്മുടെ ഇൻകം ആയിട്ടാണ് വന്നതെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ടാക്സ് അടയ്ക്കണം. ബട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലോണാണ് എടുത്തത്, ലോൺ നമ്മുടെ ഇൻകം അല്ലല്ലോ. അങ്ങനെ ഇപ്പൊ വേറെ ആളിൽ നിന്ന് കടം വാങ്ങി, അതെന്റെ ഇൻകം അല്ല, അതിനൊന്നും ടാക്സ് അടയ്ക്കണ്ട. അതിനൊരു സോഴ്സ് ഉണ്ടായാൽ മതി, അത് ലീഗൽ സോഴ്സ് ഉണ്ടായാൽ മതി. നമുക്ക് അക്കൗണ്ടിലേക്ക് വരുന്ന എമൗണ്ടിന് എന്ത് ചെയ്യുക, നമ്മുടെ ഒരു സോഴ്സ് ഉണ്ട്. എന്താ, നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നത് എന്താ, എന്റെ ഫ്രണ്ടിന്റെ ഞാൻ എന്താ ലോൺ എടുത്തതാണ്, ഓക്കെ, അതൊരു കറക്റ്റ് സോഴ്സ് ആണ്. നമുക്ക് കിട്ടിയ എമൗണ്ട് എന്താ, എനിക്ക് സാലറി കിട്ടിയ എമൗണ്ട് ആണ്, ഞാൻ അതിന് ടാക്സ് അടച്ചിട്ടുണ്ട്, അതും ഒരു ലീഗൽ സോഴ്സ് ആണ്. അപ്പൊ എന്ത് ചെയ്യാ, ഒരു സോഴ്സ് ഉണ്ടായാൽ മതി, അതിന് കറക്റ്റ് ഒരു ലീഗൽ ആയിട്ടുള്ള ഒരു സോഴ്സ് ഉണ്ടായാൽ മതി. ഓക്കെ. അപ്പം നമ്മളിപ്പോ പറഞ്ഞല്ലോ നമ്മുടെ അക്കൗണ്ടിൽ വരുന്ന ഒരു പൈസേന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാമല്ലോ, അതായത് ഒരു ബൾക്ക് എമൗണ്ട്, ഇപ്പൊ നമ്മുടെ ഇൻകം ആയിക്കോട്ടെ, ഒരു ബൾക്ക് എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമ്പോഴാണല്ലോ ഈ പ്രശ്നം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ അക്കൗണ്ടിലേക്ക്, അതിപ്പം നമ്മുടെ പാരന്റ്സിന്റെ അക്കൗണ്ട് ആവാം, നമ്മുടെ ഫ്രണ്ട്സിന്റെ അക്കൗണ്ട് ആവാം. അപ്പൊ മൾട്ടിപ്പിൾ അക്കൗണ്ടിലേക്ക് ഈ ഫണ്ട് പാർഷ്യലായിട്ടോ അല്ലെങ്കിൽ പകുതി വെച്ചിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അപ്പൊ അവിടെ നമുക്ക് ശരിക്കും ടാക്സിന്റെ പ്രശ്നം വരുന്നുണ്ടോ? ശരിക്കും അത് നമ്മുടെ ഒരു ഇൻകം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ടാക്സ് വെട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പല അക്കൗണ്ടിലേക്ക് ഇടുന്നില്ലേ, അത് എന്ത് ചെയ്യുക, വേറെ എന്ത് ചെയ്യുക, മണി ലോണ്ടറിംഗ് എന്ന് പറഞ്ഞൊരു സാധനത്തിലേക്ക് പോകും. അത് വലിയൊരു എന്ത് ചെയ്യുക, ഇമ്പാക്ട് ഉണ്ടാവും നമുക്ക്. വലിയൊരു ഇല്ലീഗൽ ആക്ടിവിറ്റി ആണ് അത് മണി ലോണ്ടറിംഗ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഒരു ഇൻകം നമ്മൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഒരു ബ്ലാക്ക് മണി അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, വൈറ്റ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, പല അക്കൗണ്ടിലേക്ക് ഇടുക. അതൊക്കെ എന്ത് ചെയ്യുക, മണി ലോണ്ടറിംഗ് എന്ന് പറഞ്ഞ സാധനത്തിന്റെ അടിയിൽ വരുന്ന PMLA, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് എന്ന് പറഞ്ഞ ഒരു ആക്ടിന്റെ അടിയിൽ വരും. അതൊക്കെ വലിയ ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ്. ഓക്കെ. അപ്പൊ നമുക്ക് കിട്ടുന്ന ഇൻകം എന്ത് ചെയ്യുക, മാക്സിമം എന്ത് ചെയ്യുക, നമ്മൾ ലീഗലി ടാക്സ് അടയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിന് മാത്രം എക്സംഷൻസ് നമുക്കുണ്ട്. ഒരു ഇൻകം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറെ എക്സംഷൻസ് ഉണ്ട്. ആ എക്സംഷൻസ് അറിയാണ്ടാണ് പലരും ഫയൽ ചെയ്യുന്നത്. ഒരു ഇൻകം എടുക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, അതിന് എന്തൊക്കെ എക്സംഷൻസ് നമുക്ക് അവൈൽ ചെയ്യുക എന്നുള്ള സാധനം. അതായത് നമുക്ക് ഇപ്പോൾ ഒരു ഇൻകം കിട്ടി, അപ്പൊ ഇൻകത്തിന്റെ അനുസരിച്ച് നമുക്ക് എന്തൊക്കെ എക്സംഷൻ കിട്ടുക എന്നുള്ള കാര്യം നമ്മൾ ആദ്യം ചിന്തിക്കുക. അപ്പൊ എന്ത് ചെയ്യുക, കുറച്ചുകൂടി നന്നായിട്ട് ടാക്സ് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇപ്പം ഇതേ സാധനം നമ്മൾ ട്രേഡിങ്ങിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഇപ്പം നമുക്കൊരു ബൾക്ക് എമൗണ്ട് അല്ലെങ്കിൽ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട് എന്ന് വെച്ചോ, അപ്പം ഡെഫിനറ്റ്ലി നമ്മൾ നമ്മുടെ അക്കൗണ്ടിലോട്ട് വിഡ്രോ ചെയ്താൽ നമ്മൾ അതിന് ടാക്സ് പേ ചെയ്യേണ്ടി വരും. അതിന് പകരം നമുക്കിത് നമ്മുടെ പാരന്റ്സിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല, ഇപ്പം ഗിഫ്റ്റ് എന്നുള്ള രീതിയിലാണെങ്കിലും. ഓക്കെ. അപ്പൊ അതിന് ശരിക്കും നമ്മൾ ഈ പറയുന്ന ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നുണ്ടോ? അതായത് നമ്മുടെ പേരന്റ്സിന്റെ അക്കൗണ്ടിലേക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഗിഫ്റ്റ് എന്നുള്ള രീതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. അതായത് നമുക്ക് ഒരു ഇൻകം കിട്ടി, ഷെയർ ട്രേഡിംഗ് ഇൻകം കിട്ടി. അതായത് അവിടുന്ന് ആ ഇൻകം കിട്ടുമ്പോ തന്നെ എന്ത് ചെയ്ത്, നമ്മൾ ടാക്സ് ടാക്സിന്റെ ആ ഒരു ഇതിൽ വന്നു, പിക്ചറിൽ വന്നു. അപ്പൊ അതിന് പിന്നെ ആ എമൗണ്ട് നമ്മൾ ഗിഫ്റ്റ് ആയി കൊടുത്തു, വേറെ കൊടുത്തു, അതിൽ കാര്യമില്ല. കാരണം ഓൾറെഡി നമുക്ക് അത് ഇൻകം ആയിട്ട് കിട്ടിയില്ലേ. നമ്മുടെ പാൻ നമ്പർ ഉപയോഗിച്ചാണ് നമ്മൾ ട്രേഡ് ചെയ്യുക. അപ്പൊ നമ്മുടെ പാൻ നമ്പറിന്റെ കീഴിൽ അതൊരു ഇൻകം ആയിട്ട് വന്നു. അപ്പൊ എന്ത് ചെയ്യാം, ഒബിയസ്ലി നമ്മൾ എന്ത് ചെയ്യണം, അതിന് ടാക്സ് അടയ്ക്കണം. ഓക്കെ. അതല്ല ഇനിയിപ്പോ വേണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന മാതിരി നമ്മുടെ പാരന്റ്സിന്റെ അക്കൗണ്ടിൽ തന്നെ, അല്ലെ ഐ മീൻ പേരന്റ്സിന്റെ പേരിൽ തന്നെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. അതിനപ്പം വേറെ ലീഗൽ കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ. അതൊരു സീനിയർ സിറ്റിസൺ എന്നുള്ള ഒരു ബെനിഫിറ്റ് നമുക്ക് അവിടെ കിട്ടും. അതായത് നമ്മുടെ പാരന്റ് ഒരു സീനിയർ സിറ്റിസൺ ആണെങ്കിൽ അവർക്കുള്ള ടാക്സ് ലാബ് വരെ ആയിരിക്കും. അവർക്ക് കിട്ടുന്ന കുറച്ചും കൂടി ഡിഡക്ഷൻസ്, ചാപ്റ്റർ 6 ഡിഡക്ഷൻ ആണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ഡിഡക്ഷൻസ് അവർക്കുണ്ട്. അപ്പൊ അവരുടെ അക്കൗണ്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ട്രേഡ് ചെയ്യുന്നെങ്കിൽ കുറച്ചും കൂടി എന്ത് ചെയ്യുക, ബെനിഫിഷ്യൽ ആയിരിക്കും. കാരണം അവർക്ക് എന്ത് ചെയ്യുക, മറ്റു ഇൻകങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മുടെ കേസ് അങ്ങനെ ആയിരിക്കില്ല. നമുക്ക് ട്രേഡിംഗ് ഉണ്ടാവും, സാലറി പേഴ്സൺ ആണെങ്കിൽ സാലറി ഉണ്ടാവും, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മുടെ എന്ത് ചെയ്യുക, നമ്മുടെ സ്ലാബ് റേറ്റിലാണല്ലോ ടാക്സ് ചെയ്യുന്നത്. നമുക്ക് വേറെ എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ അപ്പൊ നമ്മളത് പാരന്റ്സിന്റെ കയ്യിൽ ചെയ്യുന്നെങ്കിൽ പാരന്റ്സിന്റെ കയ്യിൽ ടാക്സ് സ്ലാബ് കുറവായിരിക്കും അല്ലെ. അതായത് പാരന്റ്സിന്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യുക, പഴയ സ്ലാബ് പ്രകാരമാണെങ്കിൽ 3 ലക്ഷം, ഐ മീൻ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 3 ലക്ഷം വരെ ടാക്സ് അടയ്ക്കേണ്ട. സൂപ്പർ സീനിയർ, അതായത് 80 വയസ്സിന് മുകളിലുള്ള ഒരാളാണെങ്കിൽ 5 ലക്ഷം വരെ ടാക്സ് അടയ്ക്കേണ്ട. അതിന്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് അവൈൽ ചെയ്യും. അപ്പൊ ഇതേ കേസ് തന്നെ നമ്മളിപ്പോ ഒരു കുറച്ചും കൂടി ഒരു HNI കാറ്റഗറി അല്ലെങ്കിൽ ഒരു ബിസിനസ്മാൻ അവരുടെ ഒരു പെർസ്പെക്റ്റീവിൽ എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ പോട്ടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ, അപ്പൊ ഇവരുടെയൊക്കെ നല്ല റവന്യൂ അല്ലെങ്കിൽ നല്ലൊരു ഇൻകം ഉള്ള ആൾക്കാരാണല്ലോ. അപ്പം അവരെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതലും ഇവരൊക്കെ കുറെ ചാരിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അത് ശരിക്കും ഒരു ടാക്സ് ഡിഡക്ട് ചെയ്യാനുള്ള ഒരു മറ്റൊരു മാർഗമല്ലേ ശരിക്കും? ഈ ചാരിറ്റിക്ക് കൊടുക്കുന്ന ഡൊണേഷൻസ് എന്ത് ചെയ്യാം, നമുക്ക് ഡിഡക്ഷൻ ആയി കിട്ടും. ചാരിറ്റിക്ക് കൊടുക്കുന്ന ഡൊണേഷൻസ്, അതായത് 80G എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്, ചാപ്റ്റർ 6 തന്നെ വരുന്ന 80G എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ചാരിറ്റിക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഡൊണേഷൻ കൊടുത്തു, അല്ലെങ്കിൽ ഇത് പ്രൈം മിനിസ്റ്റർ റിലീഫ് ഫണ്ട്, അങ്ങനെ കുറെ പ്രൈം മിനിസ്റ്ററിന്റെ കുറെ അക്കൗണ്ട്സ് ഉണ്ട്. അതേമാതിരി നമ്മുടെ ചീഫ് മിനിസ്റ്ററിന്റെയും അക്കൗണ്ട്സ് ഉണ്ട്. അതായത് അവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഡൊണേഷൻ കൊടുത്തു, അതിനൊക്കെ നമ്മൾ എലിജിബിൾ ആണ്. ഡൊണേഷൻ ഡിഡക്ഷൻ ആയി ക്ലെയിം ചെയ്യാൻ നമ്മൾ എലിജിബിൾ ആയിരിക്കും. അപ്പം നമ്മൾ എത്ര എമൗണ്ട് പേ ചെയ്താലും അത് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റുമോ? എങ്ങനെയാണത്? ഡൊണേഷൻ എത്രയായി കൊടുത്താലും നമുക്ക് എടുക്കാൻ പറ്റുമോ? അത് കുറെ കാറ്റഗറി ഉണ്ട്. അതായത് പ്രൈം മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട്, ഡ്രോട്ട് റിലീഫ് ഫണ്ട്, അങ്ങനെ കുറെ
സാധനം അവർ മെൻഷൻ ആക്കിയിട്ടുണ്ട്, ഏതൊക്കെ അക്കൗണ്ട്സിൽ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, 100% അലവൻസ് കിട്ടും, ഐ മീൻ 100% ഡിഡക്ഷനെ കിട്ടും. പിന്നെ ചിലത് അവർ പറയുന്നത് 50% മാത്രമേ കിട്ടുള്ളൂ. നിങ്ങൾ ഒരു 1 ലക്ഷം ഇട്ടാൽ അതിന്റെ 50,000 രൂപ മാത്രമേ ഡിഡക്ഷനെ കിട്ടുള്ളൂ. അങ്ങനെ കുറെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ശരിക്കും നോക്കിക്കഴിഞ്ഞാല് ലീഗലായിട്ട് തന്നെ കുറെ ടാക്സ് ഡിഡക്ഷൻസ് ഒക്കെ എടുക്കാൻ പറ്റും. പക്ഷെ എനിക്ക് തോന്നുന്നു ആൾക്കാർ ഇതിനെ പറ്റി അവെയർ ആവാത്തതാണ്. അതായത് നിങ്ങൾ ചാരിറ്റി ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ്, അത് നിങ്ങൾക്കൊരു ഇൻകം ഉണ്ട്, അപ്പൊ ഇൻകത്തിന്റെ അനുസരിച്ച് എന്ത് ചെയ്യാം, ഈ ചാരിറ്റി കൊടുക്കുന്ന ഡൊണേഷൻ അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ എന്ത് ചെയ്യാം, ഡിഡക്ഷൻ ആയിട്ട് എടുക്കാം. അതാരും വിട്ടുപോകാറുണ്ട്. അതെ, ഈ ഒരു സാധനം ശരിക്കും അറിയാത്തത് കൊണ്ടാണ് പലരും നല്ല എമൗണ്ട് പേ ചെയ്യുന്നത് അല്ലേ. മിക്കവാറും എല്ലാവരും നല്ലൊരു ഇൻകം ഉള്ള ഒരാൾ എന്ത് ചെയ്യുക, ഒരു സോഷ്യൽ സർവീസ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, ചാരിറ്റി ചെയ്യുന്നുണ്ടാവും. അപ്പൊ ചാരിറ്റി ചെയ്യുന്നത് നല്ലതാണ്, ബട്ട് ചാരിറ്റി ചെയ്യുന്ന എമൗണ്ട് എനിക്ക് എന്ത് ചെയ്യാം, ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ ആൾക്കാർ നമ്മൾ പറയത്തില്ലേ, അവരൊക്കെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ ഒരു പർപ്പസ് ശരിക്കും പറയുന്ന ടാക്സ് ഡിഡക്ട് ചെയ്യാന്നുള്ളതാണല്ലേ. നമ്മൾ പക്ഷെ പുറമേ നോക്കുമ്പോൾ നമ്മളായിരിക്കും ഇവര് പറയുന്ന മാതിരി ചാറ്റ് ചെയ്യുന്നു. അതെ, അവർക്ക് രണ്ടും നടക്കും അവിടെ. അവർക്ക് ചാരിറ്റിയും ചെയ്യാം, എന്ത് ചെയ്യാം, അതൊരു ഡിഡക്ഷൻ ആയിട്ട് കൊടുക്കാം. സർവീസ് നടക്കുന്നുണ്ട്, അതേസമയം അവർക്കും ഒരു ഗുണം കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സെലിബ്രിറ്റീസിനൊക്കെ സ്വന്തമായിട്ട് ട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർക്കുള്ള ഒരു എമൗണ്ട്, അതിന്റെ ഒരു നല്ല പെർസെന്റേജ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ അവിടുന്ന് വേറെ രീതിയിൽ എടുക്കുകയും ചെയ്യാമല്ലോ. അങ്ങനെ ശരിക്കും അവർക്കത് ടാക്സ് ശരിക്കും ഒരു രീതിയിൽ വെട്ടിച്ചുകൂടെ? ലീഗലി എന്താന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോ എനിക്കൊരു ഇൻകം കിട്ടിയിട്ടുണ്ട്, അത് എന്റെ പേരിലുള്ള ഒരു ട്രസ്റ്റിലേക്ക് കിട്ടും. അപ്പൊ എനിക്ക് അത് എന്ത് ചെയ്യാം, ഡിഡക്ഷൻ ആയി കിട്ടും. അതായത് 80G ഡൊണേഷൻ എലിജിബിൾ ആയിട്ടുള്ള ട്രസ്റ്റ് ആണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും, അത് ഡിഡക്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റും. അതാണ് എന്റെ ഭാഗം. പിന്നെ ആ ഡിഡക്ഷൻ ഐ മീൻ എനിക്ക് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് ആ ട്രസ്റ്റിലോട്ട് പോയി. ട്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതെന്താ, അത് അവരുടെ എന്താ, ഡൊണേഷൻ ആണ്. ഓക്കെ, ആ ഡൊണേഷന്റെ ആപ്ലിക്കേഷൻ ഓഫ് മണി എന്ത് ചെയ്യുക, ഒരു ട്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ലീഗലി നോക്കുകയാണെങ്കിൽ ട്രസ്റ്റിന് എന്ത് ചെയ്യുക, അവരുടെ കിട്ടിയ ഡൊണേഷൻ എന്ത് ചെയ്യണം, ചാരിറ്റി പർപ്പസിന് വേണ്ടി തന്നെ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണമെന്നുണ്ട്. ബട്ട് അത് ഇല്ലീഗലി കുറെ നടക്കുന്നുണ്ട്, ഇന്ത്യയിൽ തന്നെ ഇല്ലീഗലി നടക്കുന്നുണ്ടാവും. ബട്ട് അത് നമ്മൾ പറയുകയാണെങ്കിൽ, ലീഗലി പറയുകയാണെങ്കിൽ എങ്ങനെയാ, അത് ലീഗൽ പർപ്പസ് അല്ലെങ്കിൽ ചാരിറ്റി പർപ്പസിന് വേണ്ടി തന്നെ ഉപയോഗിക്കണം. ഇപ്പൊ ഈ പറയുന്ന ഒരു കേസ് നമുക്ക് ടാറ്റ ട്രസ്റ്റിന്റെ കേസിൽ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ നിരവധി, എനിക്ക് തോന്നുന്നു കുറെ സെലിബ്രിറ്റീസ് ഇതേപോലെ സ്വന്തമായിട്ട് ട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ. അപ്പം ഇതിന്റെ ഒരു മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് അപ്പൊ ഇതാണല്ലേ. അവർ മേ ബി അങ്ങനെ ചെയ്യുന്നുണ്ടാവും, ബട്ട് അത് ശരിക്കും ലീഗലി നമ്മൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ചെയ്യേണ്ടത് ഷുഡ് ബി അപ്ലൈഡ് ഫോർ ചാരിറ്റി. അതായത് നമുക്ക് കിട്ടിയ ഡൊണേഷൻ നമ്മൾ എന്തിനു വേണ്ടി തന്നെ ഉപയോഗിക്കണം, ചാരിറ്റിക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കണം. അതിനനുസരിച്ചാണ് നമുക്ക് ചാരിറ്റി ഐ മീൻ ട്രസ്റ്റിന് എന്ത് ചെയ്യാം, എക്സംപ്റ്റഡ് ആയി കൊടുക്കുന്നത്. ശരിക്കും എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാല് ലീഗലി തന്നെ ടാക്സ് ഡിഡക്ട് ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട് അല്ലെ. പക്ഷെ നമ്മൾ ഇതിനെ പറ്റിയിട്ട് അവെയർ ആവുന്നില്ല എന്നുള്ളതാണ് വേറൊരു സത്യാവസ്ഥ. മോസ്റ്റ് ഓഫ് ദി ടാക്സ് പേയേഴ്സ് എന്താ, അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണ് അവർ നോക്കുമ്പോൾ എന്താ, അവരുടെ ഇൻകം എല്ലാ ഇൻകം എന്ത് ചെയ്യുക, ഇൻകം ടാക്സിൽ ടാക്സ് ചെയ്യണം. ബട്ട് അതിന്റെ അഗൈൻസ്റ്റ് വേറെ എന്തുണ്ട്, ഇൻകം ടാക്സ് ചെയ്യണം, ബട്ട് നിങ്ങൾക്ക് കുറച്ച് ബെനിഫിറ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇതിന് അഗൈൻസ്റ്റ് ഡിഡക്ഷൻസും കുറെ കാര്യങ്ങളുണ്ട്, അത് എന്ത് ചെയ്യുക, അവെയർ ആയിരിക്കില്ല. അപ്പൊ എന്താ, അത് കുറച്ചും കൂടി അവർക്ക് എന്ത് ചെയ്യാം, ടാക്സ് കൂടുതലായിട്ട് അടയ്ക്കേണ്ടി വരും. കുറേ കൂടി അവെയർ ആണെങ്കിൽ എന്ത് ചെയ്യും, അവർക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് പ്ലാൻ ചെയ്യാൻ സാധിക്കും. അതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ബിസിനസ്സുകളില്ലേ, അല്ലെങ്കിൽ ഒരു കമ്പനി, അപ്പം ഞാൻ കൂടുതലും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഈ കമ്പനി ഓണേഴ്സ് കാറും അതേമാതിരിയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഇവർ കമ്പനീന്റെ പേരിൽ എടുക്കും, ഇവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്യത്തില്ല. അതിൽ നിന്ന് എന്തെങ്കിലും പ്രത്യേക എന്തെങ്കിലും ബെനിഫിറ്റ്സ് കിട്ടാനുണ്ടോ ശരിക്കും? ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇൻകം എന്ത് ചെയ്യണം, ടാക്സ് ചെയ്യണം. അവർക്ക് കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് അവർക്ക് ബിസിനസ്സിന് വേണ്ടി ചെലവായ എക്സ്പെൻഡിച്ചറുകൾ എന്ത് ചെയ്യാം, ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ബട്ട് അവർ കാറ് വാങ്ങി, ആ കാർ യൂസ് ചെയ്യുന്നത് അവരുടെ ബിസിനസ് പർപ്പസിനാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ആ കാറിന്റെ വിലയല്ല, ആ കാറിന്റെ മുകളിലുള്ള ഡിപ്രിസിയേഷൻ എന്ത് ചെയ്യാം, ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. അപ്പൊ അവർക്ക് എന്താ, എക്സ്ട്രാ ബെനിഫിറ്റ് ആണ്. ആ കാർ ഉപയോഗിക്കുന്നത് അവരുടെ ബിസിനസിന് വേണ്ടിയിട്ടാണെങ്കിൽ ഷുഡ് ബി യൂസ്ഡ് ഫോർ ദി പർപ്പസ് ഓഫ് ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ. അവരുടെ ബിസിനസ് ഓഫ് പ്രൊഫഷന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യാം, അതിന്റെ ഡിപ്രിസിയേഷൻ അവർക്ക് എന്ത് ചെയ്യാം, ക്ലെയിം ചെയ്യാം. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് ടാക്സ് പേ ചെയ്യുന്ന എമൗണ്ട് ഇത് കുറച്ചിട്ടുള്ളത് ടാക്സ് പേയ്മെന്റ് എന്നല്ല, നമുക്ക് കിട്ടിയ ടോട്ടൽ ഇൻകം ഉണ്ടല്ലോ, ഇൻകം ഇല്ലേ, നമുക്ക് കിട്ടുന്ന ഇൻകത്തുനിന്ന് ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് കുറവായിരിക്കും. അതായത് എക്സ്ട്രാ ഒരു ഡിപ്രിസിയേഷൻ അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു എക്സ്പെൻസ് ആ കയറുന്നത്. അപ്പൊ പ്രോഫിറ്റ് കുറവായിരിക്കും. പ്രോഫിറ്റ് കുറവാണെങ്കിൽ എന്താ, ടാക്സും അതിന്റെ അനുസരിച്ച് കുറവായിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മള് കാർസിന്റെ കാര്യം പറഞ്ഞപ്പം ഇപ്പം നമ്മളിപ്പോ പൊതുവേ നോക്കുകയാണെങ്കിൽ ഇപ്പൊ എല്ലാവരും ഈ ലക്ഷറി കാർസിന്റെ പിന്നാലെ പോകുന്ന ഒരു സമയമാണല്ലോ. അപ്പൊ നമ്മളാണെങ്കിലും ഇപ്പം റോഡിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ലക്ഷറി കാർസ് ഇപ്പം പണ്ടത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ കൂടുതലാണ്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതലും ഈ പറയുന്ന മാതിരി പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ, ഡൽഹി രജിസ്ട്രേഷൻ ഒക്കെയാണ്. അപ്പം അതിനെപ്പറ്റി ഇങ്ങനെ ചോദിച്ചറിഞ്ഞപ്പോ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ കമ്പാരിറ്റീവ്ലി ടാക്സ് കുറവാണ്
ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ ടാക്സ് കുറവാണ്. അപ്പൊ അതിന്റെ പിന്നിലൊരു സംഭവം എന്താണ് ശരിക്കും? അതെന്താന്ന് വെച്ചാൽ അത് ഇൻകം ടാക്സ് അല്ല, അത് ശരിക്കും റോഡ് ടാക്സ് ആണ്. അതായത് ഓരോ സ്റ്റേറ്റിന്റെ റോഡ് ടാക്സ് ഡിഫറെന്റ് ആയിരിക്കും. ആ സ്റ്റേറ്റ് ലോ പ്രകാരമായിരിക്കും റോഡ് ടാക്സ് വരുന്നത്. അപ്പൊ നമ്മുടെ കേരളത്തിലുള്ള റോഡ് ടാക്സ് അല്ലെങ്കിൽ റോഡ് ടാക്സിന്റെ നിരക്കായിരിക്കില്ല മറ്റൊരു സ്റ്റേറ്റിൽ ഉണ്ടാവുക. അപ്പൊ അവരെന്ത് ചെയ്യും, ഒരു കാർ എടുക്കുമ്പോൾ തന്നെ ഏറ്റവും കുറഞ്ഞ റോഡ് ടാക്സ് ഉള്ള സ്റ്റേറ്റിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, രജിസ്റ്റർ ചെയ്യും. ബട്ട് നമുക്ക് അവിടെ ഒരു പ്ലേസ് ഓഫ് റെസിഡൻസ് വേണമെന്നാണ്. അവരെന്ത് ചെയ്യും, ഇല്ലീഗലി ഓർ ലീഗലി, നമ്മൾ വാർത്തയിലൊക്കെ കാണുന്ന ഇല്ലീഗലി ആണെങ്കിലും എങ്ങനെയാണെങ്കിലും അവരെന്ത് ചെയ്യും, ഒരു പ്ലേസ് ഓഫ് റെസിഡൻസ് ഉണ്ടാക്കിയിട്ട് അവരവിടെ രജിസ്റ്റർ ചെയ്യും. അത് റോഡ് ടാക്സിന്റെ കേസ്. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വേറെ ലീഗൽ ലീഗൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു അത് MVD ഡിപ്പാർട്ട്മെന്റിന്റെ അവരുടെ ഇത് പ്രകാരം എന്ത് ചെയ്യണം, നമുക്കൊരു പ്ലേസ് ഓഫ് റെസിഡൻസ് വേണം. അതായത് നമ്മൾ ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയല്ല, അല്ലാണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കൊരു പ്ലേസ് ഓഫ് റെസിഡൻസ് വേണമെന്നാണ്. ഇപ്പൊ മിക്കവാറും എല്ലാവരും ചെയ്യുന്നത് എന്താ, വണ്ടി എടുക്കുമ്പോൾ തന്നെ ഇപ്പോൾ പോണ്ടിച്ചേരിയിലാണെങ്കിൽ പോണ്ടിച്ചേരിയിൽ നമുക്കൊരു പ്ലേസ് ഓഫ് റെസിഡൻസ് ഉണ്ട് എന്ന് കാണിക്കും, അല്ലെങ്കിൽ റെന്റൽ അഗ്രിമെന്റ് ഉണ്ടാക്കും. എന്നിട്ട് അതിന്റെ ബേസിൽ അവിടെ രജിസ്റ്റർ ചെയ്യും. ബട്ട് അത് ഐ മീൻ നമ്മൾ എന്ത് ചെയ്യുക, ഫോൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത് കണ്ടുപിടിച്ച് എന്ത് ചെയ്യും, അതിന് ലീഗൽ പ്രൊസീഡിങ്സ് വരും. ഇതേപോലെ പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ലൈക്ക് കുറെ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തു നിന്നൊക്കെ സജഷൻസ് എടുത്തു. അതായത് ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കോമൺലി വരുന്ന ആൾക്കാർക്കുള്ള ഒരു സംശയം. അപ്പം എനിക്ക് കൂടുതലും കിട്ടിയ ഒരു ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, ഇപ്പം NRIs ഉണ്ടാവില്ല, അതായത് പുറത്ത് പോയി എംപ്ലോയ്മെന്റ് ചെയ്ത് അവിടെ സെറ്റിൽ ആയിട്ടുള്ള ആൾക്കാർ. അപ്പൊ അവര് ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ അവർക്ക് ഇൻവെസ്റ്റ്മെന്റ്സ്, ഇപ്പം മ്യൂച്വൽ ഫണ്ട്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ SIP ആയിട്ട് ചെയ്യുന്ന ആയിക്കോട്ടെ, ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങളുണ്ട്. അപ്പൊ അവിടുത്തെ ഒരു ലീഗൽ കാര്യങ്ങൾ, ഐ മീൻ ടാക്സേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാ വരുന്നത്? അവർ മിക്കവാറും വിചാരിക്കുന്നുണ്ടാവും ഞാൻ നോൺ റെസിഡന്റ് ആണ്, ഇന്ത്യയിലുള്ള ആളല്ല, ഇന്ത്യയിലെ റെസിഡൻസ് അല്ല, അതായത് നോർമലി ഔട്ട്സൈഡ് ഇന്ത്യ റെസിഡൻസ് ഉള്ള ഒരാളാണ്. അപ്പൊ ഞാൻ ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്താൽ ടാക്സ് അടയ്ക്കേണ്ടി വരുമെന്നാ. നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്താലും ആ ഇൻകം ജനറേറ്റഡ് ഇൻ ഇന്ത്യ ആണ്, ഇന്ത്യയിൽ ജനറേറ്റ് ചെയ്ത ഇൻകം ആണ്. അത് അയാൾ പുറത്തായിക്കോട്ടെ, അയാളുടെ സ്ഥലം പുറത്തായിക്കോട്ടെ, ബട്ട് അത് ഇന്ത്യയിൽ ജനറേറ്റ് ചെയ്ത ഒരു ഇൻകം ആയതുകൊണ്ട് ഇന്ത്യയിലെ ടാക്സ് അടയ്ക്കാൻ ലയബിൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മള് ടാക്സ് പേ ചെയ്തേ ടാക്സ് പേയ്മെന്റ്. ഓക്കെ, അപ്പം ഇത് നമുക്കൊന്ന് ലൈക്ക് എന്തെങ്കിലും ഡിഡക്ഷൻസ് എടുക്കാനോ, ഡിഡക്ഷൻസ് അപ്പോഴും നമുക്ക് കിട്ടുമോ? അതായത് നമ്മൾ പുറത്താണ് അതുകൊണ്ട് നമുക്ക് ഡിഡക്ഷൻസ് കിട്ടില്ല. ചില ഡിഡക്ഷൻസ് റെസിഡന്റിന് മാത്രം അവൈൽ ചെയ്യാൻ പറ്റിയ കുറച്ച് ഡിഡക്ഷൻസ് ഉണ്ട്, അത് കിട്ടില്ല. ബട്ട് ജനറൽ ആയിട്ടുള്ള എല്ലാ ഡിഡക്ഷൻസും കിട്ടും. റെസിഡന്റ് അല്ലെങ്കിൽ തന്നെ ജനറലി എല്ലാ ഡിഡക്ഷൻസും കിട്ടും. ബട്ട് റെസിഡന്റ് അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്ന ടാക്സ് ലാബില് ഓൾഡ് ടാക്സ് ലാബ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് റെസിഡന്റ് ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സീനിയർ സിറ്റിസണും സൂപ്പർ സീനിയർ സിറ്റിസണും 3 ലക്ഷം രൂപ അല്ലെങ്കിൽ 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം രൂപ വരെ അവർക്ക് ബേസിക് എക്സംഷൻ കിട്ടും. ആ സാധനം കിട്ടില്ല, അത് റെസിഡന്റ് ആയാലും മാത്രമേ കിട്ടുള്ളൂ. നോൺ റെസിഡന്റ് ആണെങ്കിൽ ഓൾഡ് റെജീമ സെലക്ട് ചെയ്യുന്നെങ്കിൽ 2.5 ലക്ഷം വരെ ടാക്സ് അടയ്ക്കേണ്ട. അതായത് ചില എക്സംഷൻസ് റെസിഡന്റിന് മാത്രമായിട്ട് കൊടുത്തിട്ടുണ്ട്, അത് കിട്ടില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞു പുറത്തുപോയി സെറ്റിൽ ചെയ്ത ആൾക്കാർ ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നു. നേരെ ഓപ്പോസിറ്റ് കേസ്, അതായത് നമ്മളുടെ ഇന്ത്യയിലുള്ള ആൾക്കാർ ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പം അവിടെ നമ്മളുടെ ഈ പറയുന്ന ടാക്സ് കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? അവിടെ അത് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഇന്ത്യയിലല്ല, പക്ഷേ നമ്മൾ റെസിഡന്റ് ഇൻ ഇന്ത്യ ആണ്. ഇന്ത്യയിൽ റെസിഡന്റ് ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എവിടുന്ന് ഇൻകം കിട്ടിയാലും എന്ത് ചെയ്യണം, ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം. അയാൾ പുറത്തുനിന്ന് ഇൻകം കിട്ടിയാലും ഇന്ത്യയിൽ ഇൻകം കിട്ടിയാലും ഏത് ഇൻകം കിട്ടിയാലും എന്ത് ചെയ്യണം, ടാക്സ് ചെയ്യണം. ഇപ്പൊ അതേപോലെ മ്യൂച്വൽ ഫണ്ട്സിന്റെ ഒക്കെ കേസ് എടുക്കുകയാണെങ്കിൽ സെയിം കാര്യം തന്നെ. മ്യൂച്വൽ ഫണ്ട്സ് നമ്മൾ ശരിക്കും അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യുന്ന സമയത്താണല്ലോ ഈ പറയുന്ന ടാക്സ്. എനിക്ക് തോന്നുന്നു മ്യൂച്വൽ ഫണ്ട്സ് പോലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നു എന്തോ ഡിഡക്ഷൻസ് കാര്യങ്ങളുണ്ടോ? മ്യൂച്വൽ ഫണ്ട് അത് ടാക്സ് സേവിംഗ് മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഡിഡക്ഷൻസും കാര്യങ്ങളൊക്കെ കിട്ടും. ആ ഒരു സ്പെഷ്യൽ കാറ്റഗറിയിൽ പെടണം എന്നുണ്ടല്ലേ? ഓക്കെ. അതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഹെൽത്ത് ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസിനൊക്കെ എനിക്ക് തോന്നുന്നു ഡിഡക്ഷൻസ് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ 80Cയിൽ പെടുന്നതാണോ? അതായത് ലൈഫ് 80Cയിൽ മാക്സിമം നമുക്ക് 1.5 ലക്ഷം വരെ ഡിഡക്ഷൻ കിട്ടും. അതിൽ പെടുന്നതാണ് ഈ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ലൈഫ് ഇൻഷുറൻസ് അതേമാതിരി നമ്മൾ ഹൗസ് പ്രോപ്പർട്ടിയിലെ ലോണിന്റെ പ്രിൻസിപ്പൽ റീപേയ്മെന്റ്, ട്യൂഷൻ ഫീ, അങ്ങനത്തെ പിന്നെ നമ്മൾ ടാക്സ് സേവിംഗ് ഡെപ്പോസിറ്റ്, ഇതൊക്കെ ഈ 1.5 ലക്ഷം മാക്സിമം 1.5 ലക്ഷം കിട്ടുള്ളൂ എല്ലാം കൂട്ടിയിട്ട്. ബട്ട് പറയുന്ന ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ മെഡിക്ലെയിം ഇൻഷുറൻസ് അല്ലെങ്കിൽ മെഡിക്കൽ എക്സ്പെൻസ് ഇതൊക്കെ വേറെ സെക്ഷനാണ്. 80D എന്ന് പറഞ്ഞ സെക്ഷനാണ്. അവിടെ നമ്മുടെ ലിമിറ്റ് എന്ന് പറയുന്നത് 25,000 ആണ്. 25,000 വരെയുള്ള മെഡിക്കൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം നമുക്ക് എന്ത് ചെയ്യാം, ഡിഡക്ഷൻ ആയിട്ട് എടുക്കാം. ബട്ട് നമ്മളൊരു സീനിയർ സിറ്റിസൺ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ലിമിറ്റ് 50,000 ആവും. ഓക്കെ, അത് നമുക്ക് സ്ലാബ് അല്ല, ഒരു ലിമിറ്റ് ഉണ്ട്. അത് 50,000 വരെ ഡിഡക്ഷൻ കിട്ടുള്ളൂ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സീനിയർ സിറ്റിസൺ ആണെങ്കിൽ. അവിടെ നമുക്ക് നമ്മുടെ പേരിൽ അടച്ച മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം കിട്ടും,
നമ്മുടെ മക്കളുടെ പേരിൽ അടച്ചു കിട്ടും, സ്പൗസിന്റെ പേരിൽ അടച്ചു കിട്ടും, നമ്മുടെ പാരന്റ്സിന്റെ പേരിൽ അടച്ച മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം നമുക്ക് ഡിഡക്ഷൻ ആയി കിട്ടും. ഇത് ടോട്ടൽ എല്ലാം കൂടെ ഇത്ര എമൗണ്ടിനെ കിട്ടുള്ളൂ അങ്ങനെ എന്തെങ്കിലും? നമുക്ക് നമ്മുടെ സ്പൗസ്, നമ്മുടെ ചിൽഡ്രൻ, നമ്മൾ ഈ 3 കാറ്റഗറിക്ക് എല്ലാം കൂടെ എത്രേ പറ്റുള്ളൂ? മാക്സിമം 25,000 പറ്റുള്ളൂ. പാരന്റ്സിന് മറ്റൊരു 25,000, അല്ലെങ്കിൽ അവർ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 50,000. അവർക്ക് വേറെ ലിമിറ്റ്, 2 ലിമിറ്റ് വരും. ശരിക്കും അപ്പൊ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് നല്ല രീതിയിലുള്ള റിഡക്ഷൻസ് ഇതൊന്നും കിട്ടുന്നുണ്ടല്ലേ? ഓക്കെ, ഫൈൻ.